إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചത് തൊഴിലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന് ഇസ്ലാം നൽകിയിട്ടുള്ള മഹത്വത്തെ സംബന്ധിച്ചും അതോടൊപ്പം തൊഴിലാളികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച ചില കാര്യങ്ങളുമാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം വിശദീകരിച്ചത്. അതിന്റെ ബാക്കി എന്നോണം ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തൊഴിലുടമകൾ അഥവാ മേലുദ്യോഗസ്ഥന്മാരായ ആളുകൾ അല്ലെങ്കിൽ തൊഴിലുടമകൾ തനിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് സ്വീകരിക്കേണ്ട, അവർ ശ്രദ്ധിക്കേണ്ട ഇസ്ലാം പഠിപ്പിച്ചതായ ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ആ കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നത്. അതിലൊന്ന്, തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയോട് തൊഴിലുടമക്ക് ഉദാരതയും കാരുണ്യവും ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരോട് മേലുദ്യോഗസ്ഥനായാലും ശരി, അതല്ല തൊഴിലുടമകളായാലും ശരി, അവർ കാരുണ്യത്തോടു കൂടിയാണ് അവരോട് വർത്തിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ വർത്തിച്ചാൽ അവർക്കിടയിൽ സ്നേഹവും അടുപ്പവും ഉണ്ടാവാൻ അത് കാരണമാകും. മാത്രവുമല്ല, തൊഴിലുടമയുടെ അഭാവത്തിൽ അതല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്റെ അഭാവത്തിൽ അവന്റെ കടമകൾ, അവന്റെ ജോലികൾ ഭംഗിയായി പൂർത്തീകരിക്കാൻ യാതൊരു ചതിയും വഞ്ചനവും കൃത്രിമവും കാണിക്കാതെ തന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാകുന്ന തൊഴിൽ, ആ ജോലി വളരെ ഭംഗിയായി നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളതാണ്. അതല്ല, തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് കടുത്ത സമീപനവും അതുപോലെ തന്നെ അവരോട് പരുഷ സ്വഭാവത്തിലുള്ള പെരുമാറ്റവുമാണെങ്കിൽ അതൊരിക്കലും വിജയകരമായ രൂപത്തിലായിരിക്കുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലൻഫളു മിൻ ഹൗലിക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറഞ്ഞു. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് ലിൻത ലഹും, നീ അവരോട് വളരെ സൗമ്യമായി, വളരെ സ്നേഹത്തോടുകൂടി, ആർദ്രതയോടുകൂടി നീ അവരോട് പെരുമാറിയത്. എന്നാൽ വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബ്, നീ ഒരു പരുഷ സ്വഭാവിയും ഹൃദയ കാഠിന്യമുള്ളവനുമായിരുന്നുവെങ്കിൽ ലൻഫളു മിൻ ഹൗലിക്, നിനക്ക് ചുറ്റുമിൽ നിന്ന് അവർ പിരിഞ്ഞു പോകുമായിരുന്നു
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അഥവാ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് തൊഴിലുടമ എന്ന നിലക്ക് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥ എന്ന നിലക്ക് വളരെ കാരുണ്യത്തോടുകൂടി സൗമ്യമായി അവരോട് പെരുമാറണം എന്നാണ് ഇസ്ലാം അവിടുന്ന് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ ചീത്ത വിളിക്കുക, അവരെ ഉപദ്രവിക്കുക, അവരെ പീഡിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു തൊഴിലുടമ എന്ന നിലക്ക് അതല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷത്തോളം ഖിദ്മത്ത് ചെയ്ത സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖദംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സിനീന വല്ലാഹി മാ ഖാല ലീ ഉഫ്ഫിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷത്തോളം ഞാൻ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. പക്ഷേ വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, മാ ഖാല ലീ ഉഫ്ഫിൻ, എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഛേ എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. നോക്കൂ നിങ്ങൾ, 10 വർഷം റസൂലുള്ളാഹി ഖിദ്മത്ത് ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാ, അത്രത്തോളം റസൂലുള്ളാഹി ഖിദ്മത്ത് ചെയ്തിട്ടും ഒരു മോശമായ സംസാരം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹ് ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം കാണാം. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെയാണ് അത് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ അടിമയെ, തന്റെ കീഴിലുള്ള അടിമയെ ചാട്ടവാറുകൊണ്ട് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടിക്കുകയാണ്, ഉപദ്രവിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാണുകയും പിന്നിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുകയും ചെയ്യുന്നു, യഅലം യാ അബാ മസ്ഊദ് എന്ന് റസൂലുള്ളാഹി വിളിക്കുന്നു. അബൂ മസ്ഊദേ, നീ അറിയണം, നീ മനസ്സിലാക്കണം. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കോപത്തിന്റെ കാഠിന്യത്താൽ, ദേഷ്യത്തിന്റെ കാഠിന്യത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുന്നില്ല, അദ്ദേഹം ഇത് കേൾക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മസ്ഊദിന്റെ അടുക്കിലേക്ക് വരുന്നു, എന്നിട്ട് വീണ്ടും പറയുന്നു, യഅലം യാ അബാ മസ്ഊദ്, അബൂ മസ്ഊദേ, നീ ശ്രദ്ധിക്കണം, നീ സൂക്ഷിക്കണം. ആ സമയത്ത് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി 3 തവണ പറഞ്ഞു, യഅലം യാ അബാ മസ്ഊദ്, യഅലം യാ അബാ മസ്ഊദ്, യഅലം യാ അബാ മസ്ഊദ് അന്നല്ലാഹ അഖ്ദറു അലൈക മിൻക അലാ ഹാദൽ ഉലാം അലാ ഖാല ഫഖുൽതു ലാ അദ്രിബു മംലൂകൻ ബഅദഹു അഹദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മസ്ഊദിനോട് പറഞ്ഞു, അബൂ മസ്ഊദ്, നീ അറിയണം. 3 തവണ ആവർത്തിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയുമോ? അന്നല്ലാഹു അഖ്ദറു അലൈക മിൻക അലാ ഹാദൽ ഉലാം, ഈ അടിമയുടെ മേൽ നിനക്കുള്ള കഴിവിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മേൽ കഴിവുള്ളവനാണ്. ഈ അടിമക്ക്, നിന്റെ അടിമയാൻ, നിന്റെ കീഴിലുള്ളവനാണ്, അവന്റെ മേൽ നിനക്ക് കഴിവുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ അല്ലാഹു അക്ബറു അലൈക മിൻക, അവനേക്കാൾ, അതിനേക്കാൾ അല്ലാഹു നിന്റെ മേൽ ഏറ്റവും കഴിവുള്ളവനാണ് എന്ന് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സമയത്ത് 2 റിപ്പോർട്ടുകൾ കാണാം. ഒരു റിപ്പോർട്ടിൽ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് താൻ പിടിച്ചിരുന്ന ചാട്ടവാറ് അത് നിലത്തേക്ക് വീണു എന്ന് ഹദീസിൽ ഒരു റിവായത്തിൽ കാണാം. മറ്റൊരു റിവായത്തിൽ ഫഖുൽതു, അബൂ മസ്ഊദ് പറഞ്ഞു, ലാ അദ്രിബു മംലൂകൻ ബഅദഹു അഹദാ, ഇനി ഒരിക്കലും, അതിനുശേഷം ഒരിക്കലും എന്റെ അടിമയെ, എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആ അടിമയെ ഞാൻ ഉപദ്രവിക്കുകയില്ല എന്ന് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ശപഥം ചെയ്തു പറഞ്ഞു എന്നും ഒരു റിവായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് ഒരു തൊഴിലുടമ എന്ന നിലക്ക്, മേലുദ്യോഗസ്ഥ നിലക്ക് അവരെ ഉപദ്രവിക്കാൻ പാടില്ല, അവരെ പീഡിപ്പിക്കാൻ പാടില്ല, അവരെ ചീത്ത വിളിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നാം വിചാരിക്കുന്നത് നാം പണം നൽകുന്ന, നാമാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്, അവർക്ക് കൂലി കൊടുക്കുന്നത് നാമാണ് എന്ന ഒരു അധികാരത്തിന്റെ സ്വരം, അതാണ് പലപ്പോഴും
തൊഴിലുടമകൾക്ക് തൊഴിലാളികളുടെ മേൽ അധികാരമുണ്ടാകാനും അവരെ ഉപദ്രവിക്കാനും കാരണമാകുന്നത്. എന്നാൽ നമ്മൾ അറിയണം, നമ്മുടെ മുകളിൽ നമ്മെ നിരീക്ഷിക്കുന്ന, നമ്മെ കാണുന്ന, നമ്മുടെ പ്രവർത്തനങ്ങൾ അറിയുന്ന റബ്ബ് മുകളിലുണ്ട് എന്ന ഓർമ്മ, ആ റബ്ബ് നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്, ആ റബ്ബ് നമ്മെ കാണുന്നുണ്ട് എന്ന ഓർമ്മ ഒരു തൊഴിലുടമക്ക് അതല്ലെങ്കിൽ ഒരു മേലുദ്യോഗസ്ഥന് ഉണ്ടാകണമെന്നാണ് ഇസ്ലാമിക് ചരിത്രത്തിലൂടെ ഈ സംഭവത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം, അവരെ ഉപദ്രവിക്കരുത് എന്നുള്ളത്. മൂന്നാമത്, തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവർക്ക് കഴിയുന്നത് മാത്രം അവരെ ഏൽപ്പിക്കണം. പ്രയാസകരമായ വല്ല ജോലിയുമാണ് അവരെ ഏൽപ്പിക്കുന്നത് എങ്കിൽ അതിൽ തൊഴിലുടമ ആ തൊഴിലാളികളെ സഹായിക്കുകയും ചെയ്യണം. നോക്കൂ നിങ്ങൾ, തൊഴിലാളിക്ക് കഴിയുന്ന ജോലിയെ തൊഴിലാളിയെ ഏൽപ്പിക്കാൻ പാടുള്ളൂ. അയാളുടെ കഴിവും പ്രാപ്തിയും അതിന് കഴിയുന്നവനാണെങ്കിൽ മാത്രം അയാളെ അത് ഏൽപ്പിക്കുക. അതല്ല, കഴിയാത്ത വല്ല ജോലിയും, ഭാരമുള്ള പ്രയാസമുള്ള വല്ല ജോലിയുമാണ് അവരെ ഏൽപ്പിക്കുന്നത് എങ്കിൽ തൊഴിലുടമ എന്ന നിലക്ക് അവരെ സഹായിക്കുക കൂടി, ആ വിഷയത്തിൽ ആ ജോലിയിൽ അവരെ സഹായിക്കുക കൂടി തൊഴിലുടമയുടെ ബാധ്യതയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വലിയൊരു ഹദീസ്. ഈ ഹദീസ് മറ്റൊരു വിഷയവുമായി പറയും. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് ഈ വിഷയമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, വലാ തുകല്ലിഫൂഹും മാ യഅലിബുഹും, അവർക്ക് കഴിയുന്നതല്ലാതെ അവരെ നിങ്ങൾ ഏൽപ്പിക്കരുത്. തന്റെ കീഴിലുള്ള തൊഴിലാളികളാകട്ടെ അടിമകളാകട്ടെ അവർക്ക് കഴിയുന്നതല്ലാതെ അവരെ നിങ്ങൾ ഏൽപ്പിക്കരുത്. ഇനിയോ ഫഇൻ കല്ലഫ്തുഹും, വല്ല പ്രയാസകരമായ ഭാരമേറിയ വല്ല തൊഴിലും വല്ല ജോലിയും നിങ്ങൾ അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഫഅഈനൂഹും, നിങ്ങൾ അവരെ സഹായിക്കണം. ആ ജോലിയിൽ അവർക്ക് വേണ്ട സഹായം തൊഴിലുടമകൾ എന്ന നിലക്ക് എന്ത് ചെയ്യണം? ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അവർക്ക് കഴിയുന്നതേ അവരെ ഏൽപ്പിക്കാൻ പാടുള്ളൂ. അവർക്ക് കഴിയാത്ത വല്ലതും ഏൽപ്പിക്കുകയാണെങ്കിൽ അതിൽ തൊഴിലുടമകൾ അവർക്ക് വേണ്ട സഹായങ്ങളും അല്ലെങ്കിൽ സഹായം ചെയ്യണം എന്നുകൂടി ഇസ്ലാം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ലോകത്തുള്ള ഏത് മഹാത്ഭുതങ്ങൾ എടുത്തു നോക്കിയാലും അതിന്റെ പിന്നിലൊക്കെ ഒന്നുമില്ലെങ്കിൽ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകും, അതല്ലെങ്കിൽ ജീവഹാനിയുടെ സംഭവങ്ങൾ, വാർത്തകൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നാം കേട്ടിട്ടുള്ള വലിയ വലിയ പിരമിഡുകളുടെയാണെങ്കിലും കോട്ടകളുടെയാണെങ്കിലും അതുപോലെ തന്നെയുള്ള വൻമതിലുകളുടെയും ആണെങ്കിലൊക്കെ നിർമ്മാണത്തെ കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ അതിന്റെ പിന്നിൽ ചോര വാർന്ന ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. ജീവഹാനി സംഭവിച്ച ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായേക്കാം. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് അവർക്ക് കഴിയുന്നതേ അവരെ ഏൽപ്പിക്കാൻ പാടുള്ളൂ എന്ന്. അതുകൊണ്ട് തൊഴിലുടമകൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം അതാണ്. നാലാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം അതാണ്. ഇനി നാലാമത്തെ കാര്യം എന്താണ്? തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ അല്ലെങ്കിൽ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളെ സഹോദരന്മാരായി കാണാൻ കഴിയണം. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരെ തന്റെ സഹോദരങ്ങളായി കാണാൻ കഴിയണം. അവരെ അങ്ങനെ കാണണമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. അബൂ ദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാം, സാബബ്തു റജുലൻ ഫഗയ്യർതുഹു ബിഉമ്മിഹി, അദ്ദേഹം തന്റെ അടിമ, ആ അടിമയായ മനുഷ്യനെ ചീത്ത പറഞ്ഞു. എങ്ങനെയാണ് ചീത്ത പറഞ്ഞത്? അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ടാണ്. എങ്ങനെ? ഉമ്മാന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് ചീത്ത പറഞ്ഞു. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? എന്നോ അല്ലെങ്കിൽ അജമി പെണ്ണിന്റെ മകനെ അല്ലെങ്കിൽ കറുത്ത പെണ്ണിന്റെ മകനെ എന്ന് പറഞ്ഞ് ഇയാളെ ഒന്ന് അപമാനിച്ച്, അതാണ് അവിടെ അപമാനിച്ച് അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ വിവരമെത്തി. ഇങ്ങനെ അബൂ ദർ റളിയല്ലാഹു അൻഹു തന്റെ അടിമയെ അപമാനിക്കുകയും അവനെ ചീത്ത പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ലി അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ അബാ ദർരിൻ അഗയ്യർതഹു ബി ഉമ്മിഹി, അല്ലയോ അബൂ ദർ, നീ ആ മനുഷ്യന്റെ മാതാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് നീ അപമാനിച്ചോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യത്തിന് മറുപടി പറഞ്ഞു, അതെ എന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞ മറുപടി, ഇന്നക ഇംറഉൻ ഫീക ജാഹിലിയ്യ, നീ ഇപ്പോഴും ജാഹിലിയത്ത് അവശേഷിക്കുന്ന ഒരു മനുഷ്യനാ. ഇസ്ലാമിലേക്ക് വന്നു,
മുസ്ലിമായിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, സ്വഹാബിയാണ്. എന്നാലും നിന്നിൽ നിന്ന് ആ ജാഹിലിയത്ത് പോയിട്ടില്ല. ജാഹിലിയ കാലക്കാരായ ആളുകൾക്കുള്ള ആ സ്വഭാവം നിന്നിൽ നിന്ന് പോയിട്ടില്ല. ഇന്നക ഇംറഉൻ ഫീക ജാഹിലിയ, നിന്നിൽ ആ ജാഹിലിയത്തുള്ള മനുഷ്യനാണ് എന്ന് റസൂലുള്ളാഹി പറയാ. ഇഖ്വാനുക്കും ഖബറുക്കും, നിങ്ങളുടെ അടിമകൾ, നിങ്ങളുടെ തൊഴിലാളികൾ, നിങ്ങൾക്ക് കീഴിൽ സേവനം ചെയ്യുന്നവർ, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. നിങ്ങളുടെ സഹോദരങ്ങളാണ് അവർ. ജഅലഹുമുല്ലാഹു തഹത ഐദീകും, അല്ലാഹുവാണ് നിങ്ങളുടെ അധികാരത്തിന് കീഴിൽ അവരെ ആക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫമൻ കാന അഖൂഹു തഹത യദിഹി, തന്റെ അധികാരത്തിന് കീഴിൽ തനിക്കൊരു സഹോദരനെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഫൽയുത്ഇമുഹു മിമ്മ യർകുൽ, അവൻ ഭക്ഷിക്കുന്നത് അവനെ ഭക്ഷിപ്പിക്കട്ടെ. വൽയുൽബിസുഹു മിമ്മ യൽബസ്, അവൻ ധരിക്കുന്നത് അവനെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിന്റെ ബാക്കിയാണ് വലാ തുകല്ലിഫൂഹും എന്ന് പറഞ്ഞ, നിങ്ങൾ അവരെ ഭാരമേറിയ പണിയേൽപ്പിക്കരുത് എന്ന്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇഖ്വാനുക്കും ഖബലക്കും, നിങ്ങളുടെ ഭൃത്യന്മാർ, നിങ്ങളുടെ തൊഴിലാളികൾ, അത് നിങ്ങളുടെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരത്തിന് കീഴിൽ, നിങ്ങളുടെ കൈകൾക്ക് കീഴിൽ അല്ലാഹു അവരെ ഉടമപ്പെടുത്തി തന്നിട്ടുണ്ട്. അവരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം. അതല്ല നിങ്ങൾക്ക് ഉടമപ്പെടുത്തി തന്നതാണ്. ഇനി ആർക്കെങ്കിലും അല്ലാഹു അങ്ങനെ ഒരു അധികാരം നൽകുകയും അങ്ങനെ ആരെങ്കിലും അല്ലാഹു ഉടമപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൽയുത്ഇമുഹു മിമ്മാ യഅകുൽ, അവൻ തിന്നുന്നത് അവനെ തീറ്റട്ടെ. അഥവാ താൻ ഭക്ഷിക്കുന്നത് തന്റെ തൊഴിലാളിക്കും ഭക്ഷിക്കാൻ കൊടുക്കണം. അതുപോലെ തന്നെ വൽയുൽബിസുഹു മിമ്മാ യൽബസ്, അവൻ ധരിക്കുന്നത് അവനെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. അവൻ ഉടുക്കുന്നത് തന്റെ തൊഴിലാളിയെയും ഉടുപ്പിക്കാൻ ആ തൊഴിലുടമക്ക് ബാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തരികയാണ്. അത് തൊഴിലാളികളുടെ ബാധ്യതയാണ്. തൊഴിലുടമസ്ഥരായ ആളുകൾ ശ്രദ്ധിക്കുക. അഥവാ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സഹോദരന്മാരായി കാണാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, ഏതൊരു തൊഴിലുടമയും തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയുടെ വേതനം, അവന്റെ ശമ്പളം, അവന്റെ കൂലി അത് മുൻകൂട്ടി നിശ്ചയിക്കണം. നേരത്തെ നിശ്ചയിക്കണമെന്നാണ്. നേരത്തെ നിശ്ചയിക്കുകയും ആ നിശ്ചയിച്ച വേതനം, ശമ്പളം അല്ലെങ്കിൽ കൂലി അത് കൃത്യമായി കുറവ് വരാതെ അവന് തികച്ചു നൽകുകയും ചെയ്യണം. അത് തൊഴിലുടമകളുടെ ബാധ്യതയാണ് എന്നാണ്. അതെ, അത് കൂലി നേരത്തെ അറിയിക്കണം. ഇന്ന കൂലിയാണ് ഈ പണിക്കുള്ളത്, ഇന്നതാണ് തരിക എന്ന വേതനം അത് നേരത്തെ നിശ്ചയിക്കണം എന്നുള്ളതാണ്. ജോലി ചെയ്ത ശേഷം അയാളുടെ ജോലി ചെയ്ത ശേഷം തന്റെ വേതനത്തിന് വേണ്ടി, തന്റെ ശമ്പളത്തിന് വേണ്ടി, തന്റെ കൂലിക്ക് വേണ്ടി തർക്കിക്കേണ്ടി വരുന്ന, അതിനുവേണ്ടി വർത്തമാനം പറയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹു പറഞ്ഞ് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ, 3 വിഭാഗം ആളുകൾ അവരോട് ഖിയാമത്ത് നാളിൽ ഞാൻ എതിരാകും. ആരെ? അല്ലാഹു എതിരാകും, അല്ലാഹു ശത്രുവാകും, അതല്ലെങ്കിൽ അല്ലാഹു അവനോട് തർക്കിക്കും. ഏതായാലും ശരി, 3 വിഭാഗം ആളുകളോട് അല്ലാഹു ഖിയാമത്ത് നാളിൽ എതിരാകും. ആ 3 വിഭാഗങ്ങളിൽ ഒരു വിഭാഗം നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെടാതെ മാത്രം പറയാം. റസൂലുള്ളാഹി പറഞ്ഞു, വറജുലുൻ ഇസ്തഅജറ അജീറൻ ഫസ്തൗഫാ മിൻഹു വലം യുഅതിഹി അജ്റുന. വറജുലുൻ, ഒരു മനുഷ്യനാണ്. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു എതിരാകുന്ന ഒരു മനുഷ്യൻ. ഇസ്തഅജറ അജീറൻ, അയാൾ ഒരാളെ കൂലിക്ക് നിശ്ചയിക്കുന്നു, ഒരാളെ കൂലിക്ക് വെക്കുന്നു, എന്നെ കൂലി ചെയ്യാൻ. ഫസ്തൗഫാ മിൻഹു, അങ്ങനെ പൂർണ്ണമായി അയാളെ പ്രയോജനപ്പെടുത്തി. ഒരു ജോലിക്കാരൻ നിശ്ചയിച്ചു, ഒരു പണിക്ക് അല്ലെങ്കിൽ ഒരു ജോലിക്ക് ഒരാളെ നിയമിച്ചു. അയാളുടെ ജോലി കൊണ്ട് അയാൾ പരിപൂർണമായി അയാളെ ഉപയോഗപ്പെടുത്തി ജോലി ചെയ്യിപ്പിച്ചു. എന്നിട്ട് വലം യുഅതിഹി അജ്റുഹു, എന്നിട്ട് അയാളുടെ പ്രതിഫലം അയാൾ കൊടുത്തിട്ടില്ല എങ്കിൽ, അയാളുടെ കൂലി, അയാളുടെ വേതനം അത് അയാൾക്ക് നൽകിയിട്ടില്ല എങ്കിൽ ആ മനുഷ്യനോട് നാളെ പരലോകത്ത് അല്ലാഹു എതിരാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തരികയാണ്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞതാണ്, ഏത് ജോലിയായാലും ശരി, ജോലിക്കാരൻ നിശ്ചയിക്കുമ്പോ അവരുടെ വേതനം, അവരുടെ ശമ്പളം അത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് അതാണ് 5ാമത്തെ. അതിനോട് ചേർത്ത് പറയേണ്ട 6ാമത്തെ പോയിന്റാണ്,
വേതനം കിട്ടാൻ വേതനം കിട്ടാൻ വേദനിക്കുന്ന അവസ്ഥ വരരുത്, അതിന് വേദനിക്കാൻ ഇടയാകരുത്. തന്റെ ജോലി ചെയ്ത ശമ്പളം അല്ലെങ്കിൽ കൂലി അത് കിട്ടാൻ വേദനിക്കാൻ ഇടവരരുത് എന്നാണ്. അധ്വാനിച്ച കൂലി കിട്ടാൻ, അധ്വാനിച്ചതിന്റെ പ്രതിഫലം കിട്ടാൻ അധ്വാനിക്കാൻ ഇടവരരുത് എന്നാണ്. അല്ലെ, വീണ്ടും വീണ്ടും തന്റെ കാൽ ചുവട്ടിലേക്ക് തന്റെ തൊഴിലാളിയെ അവൻ അധ്വാനിച്ചതിന്റെ പ്രതിഫലം മേടിക്കാൻ, കൂലി മേടിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും തന്റെ കാൽ ചുവട്ടിലേക്ക് നടത്തേണ്ടുന്ന അവസ്ഥ തൊഴിലുടമക്കുണ്ടാകരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ അവന്റെ ജോലിയുടെ വേതനം, ശമ്പളം അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ്, അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവന്റെ പ്രതിഫലം, അവന്റെ വേതനം നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ഏത് ജോലിയായാലും ശരി, ആ ജോലിക്കാരൻ അവന്റെ പണി പൂർത്തിയായാൽ, ആ ജോലി കഴിഞ്ഞാൽ അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവന്റെ വേതനം, അവന്റെ ജോലിയുടെ ശമ്പളം അത് നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഒരാൾ സാന്ദർഭിക മനുഷ്യന്റെ അവസ്ഥയാണ്. തന്റെ ജോലിയുടെ ശമ്പളം വാങ്ങാൻ, കൂലി വാങ്ങാൻ വൈകിയാൽ അത് പിന്നീട് വരുമ്പോൾ കൃത്യമായി കൊടുക്കണം. അന്ന് നൽകാൻ സാധിച്ചില്ല, ഇനി അത് പിന്നീട് അയാൾക്ക് നൽകാൻ പറ്റാത്തൊരു സാഹചര്യം മനുഷ്യന് നിലക്ക് സാഹചര്യമായി ഉണ്ടായി എങ്കിൽ അയാൾ വരുമ്പോ അത് കൊടുക്കണം എന്നാണ്. ഇനി അങ്ങനെ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ഇസ്ലാം നമുക്കൊരു 3 ആളുകളുടെ പ്രാർത്ഥന പറഞ്ഞു തന്നിട്ടില്ലേ? 3 ആളുകൾ ഗുഹയിൽ കുടുങ്ങിയ ഒരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. തവസ്സുലിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഹദീസാണത്. അതിലൊരാളുടെ അവസ്ഥ എന്താ? അല്ലെ, അയാൾ തന്റെ ജോലിക്കാരന് കൊടുക്കാനുള്ള ശമ്പളം, വേതനം അത് കൊടുത്തില്ല, അത് കൂട്ടിവെച്ചു, അത് വീണ്ടും അതുകൊണ്ട് അധ്വാനിച്ചു, ഒരുപാട് സമ്പത്തുണ്ടാക്കി. ആ തൊഴിലുടമ ചോദിച്ചു വന്നപ്പോ തന്റെ ഉണ്ടാക്കിയ മുഴുവൻ സമ്പത്തും അയാൾക്ക് തിരിച്ചു കൊടുത്തു. എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ, ഞാൻ ഈ ചെയ്തതൊരു സൽക്രമമാണെങ്കിൽ ഞങ്ങൾ ഈ അകപ്പെട്ടുപോയ ഈ ഗുഹയിൽ നിന്ന് ഞങ്ങൾക്കൊരു രക്ഷ തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോ ആ പാറക്കല്ല് നീങ്ങിയെന്ന് ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന സംഭവം, ആ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അത് കൂലി വാങ്ങാതെ പോയാടാ. അങ്ങനെ വാങ്ങാതെ പോയി പിന്നീട് എപ്പോഴാണോ അയാൾ വരുന്നതെങ്കിൽ അതുകൊണ്ടുണ്ടാക്കിയതും അതും അടക്കം അയാൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന ചരിത്രം ഇസ്ലാം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വേദനിക്കാനിട വരാതെ പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളതും തൊഴിലുടമകളുടെ ബാധ്യതയാണ് എന്നുള്ളതാണ്. ഇനി 7ാമത്തെ കാര്യം, ജോലി സ്ഥലത്ത് തൊഴിലാളികൾക്ക് ആശ്വാസം നൽകണം. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർക്കുള്ള ആശ്വാസം തൊഴിലുടമകൾ നൽകണം, ആശ്വാസം ഉണ്ടാകണം. നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. കഴിഞ്ഞ ഉത്തുബയിൽ നമ്മൾ പറഞ്ഞതാ. അഥവാ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു മകളെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു ഖാല ഇന്നി ഉരീദു أن أنكحك إحدى ابنتي هاتين على أن تأجرني 8 حجج فإن أتممت 10 فمن عندك وما أريد أن أشق عليك ستجدني إن شاء الله من الصالحين. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാ, ശുഐബ് നബി പറയാ, ഖാല ഇന്നി ഉരീദു അൻ ഉൻകിഹക, ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ ഉദ്ദേശിക്കുന്നു. എന്റെ ഈ 2 പെൺമക്കളിൽ ഒരാളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണ് മഹറായി നിശ്ചയിച്ചത്? അലാ അൻ തഅജുറനി 8 ഹിജജിൻ, 8 വർഷം എന്റെ ആടുകളെ നീ മേക്കണം, ആട്ടിടയനായി കൊണ്ട് ജോലി ചെയ്യണം. 8 വർഷം ആടുകളെ മേക്കാനുള്ള ജോലി. എന്നിട്ട് അയ്യൂബ് നബി മൂസാ നബിയോട് പറഞ്ഞു, ഫഇൻ അത്മംത 10, നീ 8 എന്നുള്ളത് 10 പൂർത്തീകരിക്കുകയാണെങ്കിൽ ഫമിൻ ഇൻദിക്, അത് നിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അഥവാ 8 നിർബന്ധമായി വേണം. 10 വർഷം വരെ നിനക്ക് എന്ത് ചെയ്യാം? ഈ പെൺമകളെ, ഞാൻ മകളെ കെട്ടിച്ചു തരുന്നതിന് എനിക്ക് വേണ്ടി മഹറായി ജോലി ചെയ്തു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അയ്യൂബ് നബി ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, പേര് മാറിയതാണ്, ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് പറഞ്ഞു, ഫഇൻ വമാ ഉരീദു അൻ അശുഖ അലൈക്,
നിന്റെ പേരിൽ ഞാൻ ഒരു പ്രയാസവും ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്നില്ല. അഥവാ 8 വർഷം നീ 10 ആക്കിയിട്ട് നിന്നെ ബുദ്ധിമുട്ടിച്ചിട്ട് പ്രയാസപ്പെടുത്തിയിട്ട് നീ 10 വർഷം തന്നെ ആടുമേച്ച് ജോലി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ശുഐബ് നബി പറയുന്നത്, വമാ ഉരീദു അൻ അശുഖ അലൈക, നിന്റെ മേൽ പ്രയാസം ഉണ്ടാക്കാൻ, നിനക്ക് കാഠിന്യം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സതജിദുനി ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് എന്നെ കാണാം. മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നിനക്ക് കാണാമെന്ന് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെ തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾക്ക് സൗകര്യം ചൊല്ലി കൊടുക്കണം, അവർക്ക് ആശ്വാസം കൊടുക്കണം എന്നാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർച്ചയായി രാത്രി നോമ്പ് നോക്കിയിരുന്ന, അതുപോലെ തന്നെ തുടർച്ചയായി രാത്രികാലങ്ങളിൽ നമസ്കരിച്ചിരുന്ന, അതുപോലെ തന്നെ പകലുകളിൽ നോമ്പ് നോറ്റിയിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമ, ആ അബ്ദുറഹ്മാൻ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞത് എന്താ? ഫഇന്ന ലിജസദിക അലൈക ഹഖ, നിന്റെ ശരീരത്തോട് നിനക്ക് അവകാശമുണ്ട്, നിന്റെ ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട്, നിന്റെ ശരീരത്തെ ഈ രൂപത്തിൽ നീ പ്രയാസപ്പെടുത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്ത തെറ്റ്? ദിവസവും പകല് നോമ്പ്, രാത്രിയാണെങ്കിൽ ഫുൾ നമസ്കാരം. ആ സ്വഹാബിയോട് പോലും പറഞ്ഞു, സ്വന്തം ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട്, ആ ശരീരത്തിന് ആശ്വാസം നൽകണം എന്നാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാക്കാത്ത ബാധ്യതയുണ്ടെങ്കിൽ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്കും ആ അവകാശമുണ്ട് എന്ന് തൊഴിലുടമകളായ ആളുകൾ തിരിച്ചറിയണം എന്നാണ് ഇസ്ലാം അവിടുന്ന് പഠിപ്പിക്കുന്നത്, ഇസ്ലാം അവിടുന്ന് പറഞ്ഞു തരുന്നത് എന്നാണ്, അല്ലെ? കഠിനാധ്വാനം, ഒരുപാട് പ്രയാസങ്ങൾ, എത്ര പ്രയാസങ്ങളാ ഇന്നത്തെ കാലത്തൊക്കെ ചൂട് കൊണ്ട് സഹിക്കാൻ. ആ സമയത്തും കാണാൻ നട്ടുച്ച വെയിലത്തും ചില പാറാവുകാർ, കാവൽക്കാരായ ആളുകൾ, പ്രായം ചെന്ന ആളുകൾ, ഒന്നുമില്ലെങ്കിൽ ഹോട്ടലുകളുടെ റെസ്റ്റോറന്റുകളുടെ ബോർഡുകൾ പിടിച്ച് പൊരി വെയിലത്ത് നിൽക്കുന്ന ആളുകൾ, അവർക്കൊന്നും ഇരിക്കാനുള്ള സൗകര്യം അതില്ല. അതുപോലെ തന്നെ തൊഴിലുടമകൾ ചെയ്തു കൊടുക്കുന്നില്ല. ഇനി അവരൊന്നിരുന്നാലോ ഇരിക്കാൻ സമ്മതിക്കുകയുമില്ല, അല്ലെ? പ്രായം ചെന്ന് എത്ര ആളുകൾ എന്ന തൊഴിലെടുക്കുന്നുണ്ട്. അവിടെയാണ് ഇസ്ലാം പറഞ്ഞത് എന്ത്? തൊഴിലുടമകൾ തൊഴിലാളികൾക്ക് ആശ്വാസം നൽകണം, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ഇസ്ലാം അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തൊഴിലാളികളോട് തൊഴിലുടമകൾ അവരുടെ ആവശ്യങ്ങൾ അന്വേഷിക്കണം. തൊഴിലുടമകൾ അവരുടെ ആവശ്യങ്ങൾ അന്വേഷിക്കണമെന്നാണ്, അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്, അല്ലെ? നോക്കൂ നിങ്ങൾ, റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഒരുപാട് തവണ നമ്മൾ കേട്ടതാ പല വിഷയങ്ങൾക്കും. പക്ഷെ അതിൽ ഇതുപോലൊരു ഗുണപാഠമുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്ത റബീഅത്ത് ഇബ്നുൽ അസ്ലമി റളിയല്ലാഹു അൻഹു, റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാ, കുൻതു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ രാത്രി കഴിച്ചു കൂട്ടി. ആതീഹി ബിവളൂഇഹി, അദ്ദേഹത്തിന് വുളൂ ചെയ്യാനുള്ള, വബിഹാജതിഹി, അദ്ദേഹത്തിന്റെ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ വൃത്തിയാക്കാനുള്ള വെള്ളം, വുളൂ ചെയ്യാനുള്ള വെള്ളം, അതൊക്കെ റബീഅത്ത് ഇബ്നുൽ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരും സേവനം ചെയ്യാൻ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅത്തിനോട് ചോദിച്ച ചോദ്യം, ഫഖാല സൽനി, നീ എന്നോട് ചോദിച്ചോ. അപ്പൊ റബീഅത്ത് ഇബ്നുൽ അസ്ലമി റളിയല്ലാഹു ഫഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, മുറാഫഖതക ഫിൽ ജന്ന, ഈ ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അത് സ്വർഗ്ഗത്തിലെ പ്രവാചകരെ താങ്കളോടൊപ്പമുള്ള സഹവാസമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി വീണ്ടും ചോദിച്ചു, അല ഖാല അബ ഗൈറ ദാലിക്, ഇതല്ലാതെ വേറൊന്നും നിനക്ക് ചോദിക്കാനില്ലേ? വേറെന്തെങ്കിലും ചോദിച്ചോ നീ? റസൂലുള്ളാഹി, ഇതല്ലാതെ വേറൊന്നും നിനക്ക് അന്വേഷിക്കാനും ചോദിക്കാനില്ലേ? ആ സമയത്ത് സ്വഹാബി പറഞ്ഞു, ഖുൽതു ഹുവ ദാക്, അത് തന്നെയാണ് എനിക്ക് ആവശ്യം, എനിക്കത് മതി എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? ഫഅഇന്നി അലാ നഫ്സിക ബികസ്റതി സുജൂദ്, എങ്കിൽ നീ എന്നെ സഹായിക്കണം. എങ്ങനെ? സുജൂദുകൾ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണം. 2 കാര്യങ്ങളാണ് ഈ ഹദീസിലുള്ളത്. ഒന്ന്, നബി സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞില്ല സ്വഹാബിയോട്, ഞാൻ തരാന്ന് പറഞ്ഞില്ല, അല്ലെ? നമ്മുടെ നാട്ടിൽ പല ആളുകളും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ, സ്വർഗം ചോദിച്ചാൽ കിട്ടുമെന്ന്, അമ്പിയാക്കളോടും മൗലിയാക്കളോടും ഒക്കെ ചോദിച്ചാൽ കിട്ടുമെന്ന്. പക്ഷെ നബി പറഞ്ഞെന്താ? സുജൂദ് വർദ്ധിച്ചുകൊണ്ട് നീ എന്നെ ആ കാര്യത്തിൽ സഹായിക്കുന്ന, നിനക്ക് സ്വർഗം കിട്ടുന്ന. രണ്ടാമത്തെ ഇതിലെ വിഷയം, നമ്മുടെ വിഷയമായി എന്താ? റസൂലുള്ളാഹി തനിക്ക് സേവനം ചെയ്യുന്ന ആ സേവകനോട് നിന്റെ ആവശ്യം എന്താണ്, അത് നീ ചോദിക്കുക എന്ന് പറ. നീ എന്നോട് ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഒരു തൊഴിലുടമക്ക് തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് അവരുടെ ആവശ്യങ്ങൾ അന്വേഷിക്കണമെന്ന് ഈ ഹദീസ് കിട്ടും. ബാക്കി രണ്ടാമത്തെ ഭാഗം നമ്മൾ മാറ്റിവെക്കുക.
ഒന്നാമത്തെ ഭാഗം എന്താ? തൊഴിലാളി. റസൂലുള്ളാഹിക്ക് വേണ്ട സേവനങ്ങളൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തു കൊണ്ട് കൊടുക്കുകയാണ്. ആര്? റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു. അപ്പൊ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ആർക്ക് എന്താ ആവശ്യമുള്ളത്, എന്താ എന്റെ ആവശ്യങ്ങള്? തനിക്ക് സേവനം ചെയ്തു തന്ന സേവകനോട് ചോദിക്കുമ്പോ ആ സ്വഹാബി ചോദിച്ചത് മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ താങ്കളോടൊപ്പമുള്ള സഹവാസം. പക്ഷേ ഒരു തൊഴിലുടമ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയോട് അവന്റെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണം, അവനോട് ചോദിക്കണം എന്നുള്ളതിന് കൂടി ഈ ഹദീസ് തെളിവാണ് എന്ന് നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയായിരിക്കണം ഒരു തൊഴിലുടമ തന്റെ തൊഴിലാളികളോട് അവരുള്ള ബാധ്യതകളും കടമകളും കടപ്പാടുകളും എന്ന് ഇസ്ലാം കൃത്യമായി പറഞ്ഞു തരുന്നത്. ഇത് പാലിക്കാൻ, ഇത് ശ്രദ്ധിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, തൊഴിലുടമകൾ തൊഴിലാളികളോട് സ്വീകരിക്കേണ്ട ബാധ്യതകൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കടമകളെ കുറിച്ചാണ് പറഞ്ഞത്. 8 കാര്യങ്ങൾ പറഞ്ഞു, 2 കൂടി പറഞ്ഞ അവസാനിക്കാം. 8ാമത്തെ കാര്യം, തന്റെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് ഒരു ആത്മബന്ധം ഉണ്ടാവണമെന്നാണ്. അല്ലെ? ആ തൊഴിലാളി രോഗിയായാൽ അവനെ സന്ദർശിക്കുക, അതുപോലെ തന്നെ അവനക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ അവന്റെ പ്രയാസത്തിൽ സഹായിക്കുക. ഇതൊക്കെ ഒരു തൊഴിലുടമ എന്ന നിലക്ക് തൊഴിലാളിയോടുള്ള അവന്റെ ബാധ്യതയാണ്. നിങ്ങൾ നോക്കൂ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കേട്ട ചരിത്ര. റസൂലുള്ളാഹി കാന ഗുലാമുൻ യഹൂദിയുൻ യഖ്ദുമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്യുന്ന, പ്രവാചകന് സേവനം ചെയ്യുന്ന ജൂതനായ ഒരു അടിമയുണ്ടായിരുന്നു, ഒരു അടിമക്കുട്ടി ഉണ്ടായിരുന്നു. ഫമരിള, ആ കുട്ടിക്ക് രോഗം ബാധിച്ചു. ആ കുട്ടി രോഗിയാണെന്ന് അറിഞ്ഞു. ഫഅതാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുഹു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ രോഗ സന്ദർശനം നടത്തുകയാണ്. എന്നിട്ട് ഫഖഅദ ഇൻദ റഅസിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ രോഗി സന്ദർശിക്കുന്നു, കുട്ടിയുടെ തലഭാഗത്തിരിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് ഫഖാല ലഹു അസ്ലിം, കുട്ടിയോട് പറയുന്നു, മോനെ നീ ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറയും. ആ സമയത്ത് ഫനളറ ഇലാ അബി, ആ കുട്ടി തന്റെ അടുത്തുള്ള വാപ്പയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ജൂതനായ കുട്ടിയാ, പിതാവായ ജൂതനിലേക്ക് ഇങ്ങനെ നോക്കി. അപ്പോ റസൂലുള്ളാഹി അദ്ദേഹത്തിന്റെ അടുക്കലുള്ള പിതാവിലേക്ക് നോക്കി. അപ്പൊ ഫഖാല ലഹു, ഉപ്പ പറഞ്ഞു, അത്യ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ അബുൽ ഖാസിമിനെ അനുസരിക്കും മോനെ. ആ ഉപ്പ ജൂതനായ കുട്ടിയോട് പറഞ്ഞു, നബി പറഞ്ഞത് കേട്ടോ, അബുൽ ഖാസിമിനെ അനുസരിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഫഅസ്ലമ, ആ കുട്ടി മുസ്ലിമായി. ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ നിന്ന് തിരിച്ചു മടങ്ങുമ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, നരകത്തിൽ നിന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ നിന്ന് പുറത്തു വരുന്നത്, പുറത്തേക്ക് പോകുന്നത്, ഈ സംഭവം നമ്മൾ കേട്ടതാണ്. പക്ഷേ നോക്കൂ നിങ്ങൾ, റസൂലുള്ള തനിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ജൂതനായ ആ കുട്ടി രോഗിയാണെന്നറിഞ്ഞപ്പോ ആ കുട്ടിയെ സന്ദർശിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുകയാണ്. തനിക്ക് സേവനം ചെയ്യുന്ന, തനിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന തന്റെ സേവകനാണ്, ജൂതനാണ്. എന്നിട്ട് പോലും ആ കുട്ടി രോഗിയാണെന്നറിഞ്ഞപ്പോ ആ കുട്ടിയെ സന്ദർശിക്കുന്നു, അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു, ആ കുട്ടി മുസ്ലിമാകുന്നു. എന്നതുപോലെ ഒരു തൊഴിലുടമക്ക് തന്റെ കീഴിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾ രോഗിയാണെന്നറിയുമ്പോ അവരെ സന്ദർശിക്കാനുള്ള ബാധ്യതയുണ്ട്. അവർ പ്രയാസത്തിലാണെന്നറിയുമ്പോ അവരെ സഹായിക്കാനുള്ള ബാധ്യതയുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. അഥവാ അവർ ദുർബലതയിലെത്തിയാൽ അവരെ കൈവിടാൻ പാടില്ല. ഓനക്ക് വയ്യാതെ രോഗി വരണ്ട, ജോലിക്ക് വരണ്ട എന്ന് പിരിച്ചുവിടുക, അല്ലെ? അല്ലെങ്കിൽ അവനെ പിന്നെ മൈൻഡ് ചെയ്യാതിരിക്കുക, ഓനേതാ രോഗിയായി പോയി അങ്ങനെ. അതല്ലെങ്കിൽ അങ്ങനെ അവൻ ഒഴിവാക്കിക്കളെ, അതല്ല. പക്ഷേ താങ്ങാൻ കഴിയുന്ന അത്ര താങ്ങാവുക എന്നാണ്. വിനയത്തോടു കൂടി അവരോട് പെരുമാറുക, അവർക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അവസാനമായി തന്റെ തൊഴിലാളികളോട്, തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? സേവകനായ റസൂലുള്ളാഹിക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ആ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി 3 പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. ഒന്നാമത്തത്, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വഅദ്ഖിൽഹുൽ ജന്ന. അല്ലാഹുവേ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ധാരാളം സമ്പത്ത് കൊടുക്കണം, ധാരാളം കുട്ടികളെ കൊടുക്കണം, അദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണം. ഒരു വട്ടം റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു. രണ്ടാമത് വീണ്ടും റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു,
اللهم أكثر ماله وولده وبارك له فيما أعطيته. അല്ലാഹുവേ, നീ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് സമ്പത്ത് ധാരാളമായി നൽകണം, സന്താനങ്ങൾ ധാരാളമായി നൽകണം. നീ നൽകിയതിൽ നീ ബർക്കത്തും ചെയ്യണം, അനുഗ്രഹവും ചെയ്യണം. മൂന്നാമത് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു, اللهم أكثر ماله وولده وأطل عمره واغفر ذنبه. റസൂലുള്ളാഹി പ്രാർത്ഥിക്കാണ്, അല്ലാഹുവേ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സമ്പത്ത് വർദ്ധിപ്പിക്കണം, സന്താനങ്ങളെ വർദ്ധിപ്പിക്കണം, അതുപോലെ തന്നെ ആയുസ് വർദ്ധിപ്പിക്കണം, അതുപോലെ തന്നെ വഗ്ഫിർ ദൻബഹു, അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ചു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു 100-ൽ പരം സന്താനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സമ്പത്തും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ചതിന്റെ ഫലമായി ഉണ്ടായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതും ഇസ്ലാം പഠിപ്പിച്ചതാണ്. ഈ കാര്യങ്ങളൊക്കെ ഒരു തൊഴിലുടമ തന്റെ തൊഴിലാളികളോട് ചെയ്യേണ്ട കടമകളും കടപ്പാടുകളുമായി ഇസ്ലാം പഠിപ്പിച്ചു തന്നതാണ്. ഈ കടപ്പാടുകളും കടമകളും ബാധ്യതകളും അറിയാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.